എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB ALP നോട്ടിഫിക്കേഷൻ എത്തിയൊക്കെയാണ്. 2026 റെയിൽവേയുടെ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ എത്തി അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അതായത് കഴിഞ്ഞ നോട്ടിഫിക്കേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വേക്കൻസി കൂടുതലാണ്. ഏതാണ്ട് 11,000-ലധികം വേക്കൻസിയിലാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഏറ്റവും മികച്ച ചാൻസ് ആണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ CN നമ്പർ മറക്കണ്ട, CN നമ്പർ 01/2026 ആണ്. അതായത് 2026 ആദ്യത്തെ നോട്ടിഫിക്കേഷൻ. ഇനി അങ്ങോട്ട് NDPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് വരാനുണ്ട്. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരാനുണ്ട്, JEE നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അങ്ങനെ ഒത്തിരി നോട്ടിഫിക്കേഷൻ ഈ വർഷം വരാൻ കിടപ്പുണ്ട്. അപ്പൊ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ ബാക്കി കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യെസ്, ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 15/5/2026 മുതൽ, അതായത് നാളെ മുതലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അടുത്ത മാസം, അതായത് ജൂൺ മാസം 14-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഒരിക്കൽ കൂടെ അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റുന്നത് നാളെ മുതലാണ്. മെയ് 15 മുതൽ ആണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. 2026 മെയ് 15 മുതൽ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ വർഷം 2026, ഈ വർഷം പറയേണ്ട ആവശ്യമില്ല, എന്നാലും വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. 14/6/2026 ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് നോക്കുക, ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. OBC ആണെങ്കിൽ 3 വർഷത്തെ ഇളവുണ്ട്. SC ST ആണെങ്കിൽ 5 വർഷത്തെ ഇളവുണ്ട്. അത് കഴിഞ്ഞ് വേക്കൻസി നോക്കുകയാണെങ്കിൽ 11,127 വേക്കൻസിയുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. കഴിഞ്ഞ തവണ 9,000 സംതിങ് ആയിരുന്നു. അതിനു മുമ്പ് 18,000 ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 11,000. അതൊരു ഡീസന്റ് വേക്കൻസി ആണ്. പ്രിപ്പയർ ചെയ്താൽ ജോലി ഷുവർ ആണ്. ലെവൽ 2 സ്കെയിലാണ് വരുന്നത്. ബേസിക് പേ വരുന്നത് 19,900. അപ്പൊ ആയിരിക്കും 19,900 ഇതൊക്കെ കുറഞ്ഞ സാലറി അല്ലേ മക്കളെ? 8th പേ കമ്മീഷൻ, പുതിയ പേ കമ്മീഷൻ എന്താ വരാൻ പോവുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഏതാണ്ട് ഒരു 50,000-ലധികം സാലറി നിങ്ങൾക്ക് കിട്ടും. 50,000 ഉള്ള ഈ ALPയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരുപാട് അലവൻസ് ഉണ്ട്, റണ്ണിങ് അലവൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ അലവൻസ് ഉണ്ട്. നിങ്ങൾ ഈ സ്കെയിലിൽ കയറുമ്പോൾ തന്നെ ഏറ്റവും മികച്ച ഒരു സാലറി നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കും. ഇതിനകത്ത് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അപ്പോൾ സാലറി നോക്കേണ്ട, ഏറ്റവും നല്ല സാലറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ബാക്കി ഇവിടെ നമുക്ക് ആവശ്യമുള്ളതൊന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത 9ാമത്തെ പേജിൽ യെസ് അവിടെ പറയുന്നുണ്ട്, വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ആണ് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അതായത് വിഷൻ പ്രോപ്പർ ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഈ കളർ ബ്ലൈൻഡ്നസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. കളർ വിഷൻ ടെസ്റ്റ് പാസ്സാവണം, ബൈനോക്കുലർ വിഷൻ ടെസ്റ്റ് പാസ്സാവണം, ഫീൽഡ് ഓഫ് വിഷൻ, നൈറ്റ് വിഷൻ, മീസോപ്പിക് വിഷൻ, ഇതൊക്കെ നമുക്ക് പാസ്സാവണം. അതായത് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ആണ് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡ്. ഏറ്റവും ഹൈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണത്. അതിനുശേഷം താഴേക്ക് പോകുമ്പോൾ യെസ് ദാ ഇവിടെ കിടപ്പുണ്ട്. ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ദെൻ അത് കഴിഞ്ഞ് അടുത്ത് ബാക്കി എന്താ പറയാനുള്ളത്? ഓക്കെ, ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. അതേസമയം വുമൺ ആണെങ്കിലോ SC ST ആണെങ്കിലോ OBC ആണെങ്കിലോ നിങ്ങൾക്ക് 250 രൂപ മാത്രമേ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയാം. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ, അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 2/7/1996 ശ്രദ്ധിച്ചോളണേ, 2/7/1996. ദെൻ 1/7/2008 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. OBC ആണെങ്കിൽ 2/7/1993, 1/7/2008 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. SC ST ആണെങ്കിൽ 2/7/1991, 1/7/2008 ഇടയ്ക്ക് ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളണം. ബാക്കി ഫുള്ള് നമുക്കൊന്ന് നോക്കാം. നോട്ടിഫിക്കേഷൻ മൊത്തം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ബാക്കി ഓക്കെ. അത് കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. CBT 1 എക്സാം ഉണ്ട്, CBT 2 എക്സാം ഉണ്ട്. അപ്പോൾ CBT 1 എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണ്. എല്ലാം CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് എല്ലാം വരുന്നത്. അപ്പൊ അതിനകത്ത് CBT 1 എക്സാമിനകത്ത് 60 മിനിറ്റ് ആണ് എക്സാമിന്റെ സമയം. 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ കാണും. 1 മണിക്കൂറിൽ 75 ക്വസ്റ്റ്യൻസ്. അതിനകത്ത് വരുന്ന ഏതൊക്കെയാണ്? മാത്സ് ഉണ്ട്, അത് കഴിഞ്ഞ് റീസണിംഗ് ഉണ്ട്, പിന്നെ ജനറൽ സയൻസ് ഉണ്ട്. മാത്സ്, റീസണിംഗ്, ജനറൽ സയൻസ്. അതിനുശേഷം CBT 2 പോകുമ്പോൾ അവിടെ CBT 2 ആണെങ്കിൽ 2 പാർട്ട് ഉണ്ട്. പാർട്ട് A ഉണ്ട്, പാർട്ട് B ഉണ്ട്. പാർട്ട് A 90 മിനിറ്റ് ആണ്, 100 ക്വസ്റ്റ്യൻസ്. പാർട്ട് B ആണെങ്കിൽ 60 മിനിറ്റ്, 75 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് Bക്ക് അകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിന്റെ ഒക്കെ വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമുക്ക് അത് ഫുൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ബാക്കി വരുന്ന എന്താണ്? ബാക്കി വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബാക്കി വേറെ എന്തൊക്കെയാ പറയുന്ന, ഫോട്ടോ ഒക്കെ എങ്ങനെ അപ്പ് ചെയ്യണം അതിനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അടുത്ത വേക്കൻസി വരുന്നത്
യെസ്, അത് കഴിഞ്ഞത് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് ക്വാളിഫിക്കേഷൻ? മക്കളെ, ക്വാളിഫിക്കേഷൻ വരുന്നത് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, SSLC നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് ITI ആണ്, NCVT സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SCVT സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതായത് ITI പാസ്സായിരിക്കണം. ഏതൊക്കെ ട്രേഡ് ആണ്? ഒന്ന് ഫിറ്റർ, രണ്ടാമത്തേത് ഇലക്ട്രീഷ്യൻ, മൂന്നാമത്തേത് ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, നാലാമത്തേത് മിൽ റൈറ്റ് ആൻഡ് മെയിൻ്റെനൻസ് മെക്കാനിക്, ദെൻ അഞ്ചാമത്തേത് മെക്കാനിക് റേഡിയോ ആൻഡ് ടെലിവിഷൻ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, വയർമാൻ, ട്രാക്ടർ മെക്കാനിക്, പിന്നെ ആർമേച്ചർ ആൻഡ് കോയിൽ വൈൻഡർ, മെക്കാനിക് ഡീസൽ, ഹീറ്റ് എഞ്ചിൻ, ടേണർ, മെക്കാനിക്സ് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് മെക്കാനിക്. ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 10ാം ക്ലാസ് പാസ് പ്ലസ് ഇതിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ITI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മാത്രമല്ല, രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് പാസ് ആയിരിക്കണം, പ്ലസ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് ഇൻ ദ ട്രേഡ്സ് മെൻഷൻഡ് എബോ. നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ട്രേഡിൽ നിങ്ങൾ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ? ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. ഈ 4 സ്ട്രീമിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ബിടെക്കോ ഡിപ്ലോമയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ക്വാളിഫിക്കേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒരാൾ പോലും ഈ അവസരം മിസ്സാക്കരുത്. നന്നായിട്ട് അപ്ലൈ ചെയ്തോടാം. ഇനി അഹമ്മദാബാദ് നോക്കുകയാണെങ്കിൽ 147 വേക്കൻസി ഉണ്ട്. അജ്മീർ ആണെങ്കിൽ അജ്മീർ 600, 118 വേക്കൻസി ഉണ്ട്. ദെൻ പ്രയാഗ്രാജ് 457, 113 വേക്കൻസി ഉണ്ട്. ബാംഗ്ലൂർ 200 വേക്കൻസി ഉണ്ട്. ഭോപ്പാൽ 423, 30 വേക്കൻസി ഉണ്ട്. ദെൻ ഭുവനേശ്വർ നോക്കുകയാണെങ്കിൽ 801 വേക്കൻസിയാണ് ഭുവനേശ്വർ കിടക്കുന്നത്. ഏറ്റവും അധികം വേക്കൻസി ഉള്ളത് മുംബൈയിലാണ്. അതിനുശേഷം ബിലാസ്പൂർ 322, പിന്നെ 200 വേക്കൻസി ഉണ്ട്. ചണ്ഡീഗഡ് 187 വേക്കൻസി. ചെന്നൈ നോക്കുകയാണെങ്കിൽ അവിടെ 186 വേക്കൻസി മാത്രമേ ചെന്നൈയിലുള്ളൂ. അടുത്തത് ഗോരഖ്പൂർ 105 വേക്കൻസി, ഗുവാഹട്ടി 676 വേക്കൻസി, ജമ്മു 400 വേക്കൻസി, കൊൽക്കത്ത 344 വേക്കൻസി, അതിനുശേഷം 497 വേക്കൻസി, പിന്നെ മാൾഡ 270, 289 ഉണ്ട്. മുംബൈ നോക്കുകയാണെങ്കിൽ 1078 വേക്കൻസിയാണ് മുംബൈയിൽ കിടക്കുന്നത്. ടോട്ടൽ 1078, പിന്നെ 78, 37 അത്രയും വേക്കൻസി കിടപ്പുണ്ട്. മുസാഫർപൂർ ആണെങ്കിൽ 42 വേക്കൻസി ഉണ്ട്. പാറ്റ്ന 103 വേക്കൻസി ഉണ്ട്. റാഞ്ചിയിൽ 555, പിന്നെ 745 വേക്കൻസി ഉണ്ട്. കൊള്ളാം. ദെൻ സെക്കന്ദരാബാദ് 824, 596 വേക്കൻസി ഉണ്ട്. അപ്പൊ സൗത്തിലുള്ളവർക്ക് കുറച്ചും കൂടെ ഒക്കെ അപ്ലൈ ചെയ്യാൻ സൗകര്യം സെക്കന്ദരാബാദ് ആയിരിക്കും, അടുത്തിടയ്ക്കാണ്. അതിനുശേഷം സിലിഗുരി 600 വേക്കൻസി, തിരുവനന്തപുരം 64 വേക്കൻസി. ഇങ്ങനെയാണ് വേക്കൻസിയുടെ ലിസ്റ്റ് വരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏത് സോണാണ് സെലക്ട് ചെയ്യുന്നത്. അത് ആലോചിച്ചതിന് ശേഷം നിങ്ങൾ സോൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചോ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ് വേണം, ഏറ്റവും നല്ല സപ്പോർട്ട് വേണം, ഒരു കിടിലം ടീം നിങ്ങളുടെ കൂടെ വേണം, നിങ്ങളുടെ എഫേർട്ടിന്റെ പകുതി എടുക്കാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ടീം വേണം. ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ നോട്ട്സ് ALPയുടെ പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളാം. ഡീറ്റെയിൽസും ബാക്കി എല്ലാം അറിയാനായിട്ട് താഴെ 82812266 ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടേക്കാം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോടാം. അപ്പൊ ആദ്യം ഫില്ല് ചെയ്യുന്ന 250 പേർക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇനി താമസിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് നമുക്ക് ക്ലാസ്സിൽ കാണാം മക്കളെ. അടുത്ത വർഷം നമുക്ക് ട്രെയിൻ ഓടിക്കാം. ഓക്കെ, ക്ലാസ്സിൽ കാണാം.